കഴിഞ്ഞ വർഷം ഹിമാചലിലെ കസോളിൽ പോയി. അവിടെ സിഖുകാരുടെ ഒരു പിലിഗ്രിം സെൻ്ററുണ്ട്, മണിക്കരൺ ഗുരുദ്വാരയാണ്. അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആണ്. വലിയൊരു പൂൾ അവരിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ വരുന്നവരെല്ലാവരും തന്നെ അവിടെ കുളിച്ചിട്ടാണ് പോകുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു ഹോളി വാട്ടറാണ്. അസുഖങ്ങളൊക്കെ മാറുന്നൊരു അത്ഭുത ശക്തിയുള്ള വെള്ളമാണ്. ട്രഡീഷൻ പറയുന്നത് ഗുരു നാനാക്ക് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ കൂടെ വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീയില്ല, കഞ്ഞി വെക്കാൻ തീയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ചൂടുവെള്ളം കൊടുത്തു എന്ന് പറയാം കഞ്ഞി വയ്ക്കാൻ. ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് 1200 വർഷമാണ് ശിവനും പാർവതി അവിടെ താമസിച്ചത്. ഒരു ദിവസം പാർവതിയുടെ വിലപിടിപ്പുള്ള ഒരു മോതിരക്കല്ല് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു. കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പോൾ ദേഷ്യം വന്ന ശിവൻ തൻ്റെ 3-ാം കണ്ണ് തുറന്നു. അങ്ങനെ ആ അഗ്നിയിൽ വെള്ളം ചൂടായെന്നാണ് അവരുടെ വിശ്വാസം. ശരിക്കും ഇതൊരു നാച്ചുറൽ ഫിനോമിനനാണ്. ആ വെള്ളത്തിലെ യുറേനിയത്തിൻ്റെയും റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അത് അസുഖങ്ങളൊക്കെ മാറ്റാൻ പവറുള്ളതാണ്. പക്ഷേ ഇത്തരം ഒരു സയൻറ്റിഫിക് ട്രൂത്തിനെ ഒരു റിലീജിയസ് ഒരു ഓവർകോട്ട് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഗോസ്പലിൽ ജെറുസലേം ദേവാലയത്തിനുള്ളിലുള്ള ഒരു ബെത്സൈദ പൂള് നമ്മൾ കാണുന്നുണ്ട്. വെള്ളം ഇളകുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ സുഖപ്പെടും, അത് മാലാഖ വന്നാണ് വെള്ളം ഇളക്കുന്നത് എന്നുള്ള ഒരു ബിലീഫ് അവർക്കുണ്ടായിരുന്നു. ഒരു മിത്തായിരുന്നു അത് കാത്തിരുന്ന കുറേ അധികം ആൾക്കാർ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നൊരു വലിയ ജനതയുടെ ഒരു വലിയ ദേവാലയത്തിനുള്ളിൽ ഇങ്ങനൊരു സൂപ്പർസിഷൻ്റെ പൂളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈശോ ഈ പൂളിൻ്റെ അടുത്തെത്തുമ്പോൾ ജലമിളക്കുകയല്ല ചെയ്തേ. അവിടെ വർഷങ്ങളായിട്ട് 38 വർഷമായിട്ട് കിടന്ന മനുഷ്യനോട് ചോദിക്കുന്നത്, നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിട്ട് ഈശോ 2 വരി പറഞ്ഞുള്ളൂ, എഴുന്നേറ്റ് നടക്കുക. നമ്മൾ എഴുന്നേറ്റ് നമ്മുടെയൊക്കെ ദേവാലയത്തിലേക്ക് വരണം, നമ്മുടെ പിലിഗ്രിം സെൻറ്റേഴ്സിലേക്ക് വരണം. അവിടെ ഇതുപോലെയുള്ള കുളവും കിണറും മണ്ണും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. വാക്കുകൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയവൻ നമ്മുടെ അൾത്താരിൽ ഇരിക്കുമ്പോൾ നമ്മളെന്തിനാണ് ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്?